സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ ഈശോയോട് പറയുകയാണ്, നേരം അതിക്രമിച്ചിരിക്കുന്നു. ഇവരിങ്ങനെ നമ്മുടെ കൂടെ നിന്നാൽ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ കൈവശമൊന്നും ഇല്ല. അതുകൊണ്ട് വേഗം അവരെ പറഞ്ഞുവിട്. അവരായി അവരുടെ പാടായി. ഇങ്ങനെയാണോ നീ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ കാണുക? എല്ലാവരും വേദനയോടെയാണ് വന്നിരിക്കുന്നേ, പ്രയാസത്തോടെയാണ് വന്നിരിക്കുന്നേ. ഒരു വാക്ക് നിന്റെ അടുത്തുനിന്ന് മിണ്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് അവര്. അതിനായി നീ നിന്നു കൊടുക്കുന്നുണ്ടോ? അതിനായിട്ടാണ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതാണ് നമ്മുടെ മിനിസ്ട്രി. നമ്മിലുള്ള ഈശോ അത് ആഗ്രഹിക്കുന്നില്ലേ? അവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, അവരോടൊന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവർക്കൊരാശ്വാസമുണ്ടാകും. അതെ, അതിനായി നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് അനുതപിക്കാം. അനുകമ്പയും എളിമയും ഉള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. അങ്ങനെ അവരെ കേൾക്കുവാൻ, എന്നെക്കൊണ്ടാകാവുന്ന വിധത്തിൽ ആശ്വസിപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. നമ്മളൊന്നും കൊടുത്തുകൊണ്ട് ആശ്വസിപ്പിച്ചില്ലെങ്കിലും നമ്മുടെ ഒരു വാക്കു മതിയായിരിക്കാം. ചിലപ്പോൾ അവർ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നാൽ മതിയായിരിക്കും അവർക്കൊരാശ്വാസം. കാരണം അവരെ കേൾക്കാൻ ആരുമില്ല. തിരുക്കുടുംബ കൂട്ടായ്മ അങ്ങനെ ഒരു മിനിസ്ട്രിയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു വോയിസ് ഇട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുമായി ബന്ധപ്പെടും, സംസാരിച്ചിരിക്കും. അതാണ് കൂട്ടായ്മ. ദൈവം അങ്ങനെയുള്ള ഒരു കൃപാജീവിതം ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കൾക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു കൃപാജീവിതം നമുക്ക് ഉണ്ടാകട്ടെ, അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ വിളിക്കാൻ മടിക്കരുത് കേട്ടോ. എൻ്റെ നമ്പര് 00447535103002. ഒരു മിസ് കോൾ തന്നാൽ മതി, ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കും. ഗോഡ് ബ്ലസ് യു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.